രാജ്യത്താദ്യമായി സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടക്കുക. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയം എയർ ആംബുലൻസ് വഴി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കൊച്ചിയിലെത്തിക്കും. അനാഥയായ നേപ്പാൾ സ്വദേശിയായ പെൺകുട്ടിക്കാണ് ഹൃദയം മാറ്റിവെക്കുന്നത്. ഷിബുവിന്റെ വൃക്കകൾ, കരൾ, ഹൃദയം, നേത്രോടലങ്ങൾ, ചർമ്മം എന്നിവയും ദാനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷവും അഭിമാനമുണ്ട്. നേപ്പാളി സ്വദേശിനിയായ 21 വയസ്സുള്ള പെൺകുട്ടിക്ക് ഇന്ന് ഇവിടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഇതിൻ്റെ വഴിത്താരകൾ ഒരുപാട് ദുർഘടം പിടിച്ചതായിരുന്നു. കാരണം ഇവർ ഒരു അപൂർവ രോഗത്താൽ ദുരിതം അനുഭവിക്കുന്നൊരു പെൺകുട്ടിയാണ്. നേപ്പാളിലൊരു അനാഥാലയത്തിനാണ് ഒരു വളർന്നത്. ഞങ്ങൾ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ പ്രഖ്യാപിച്ച ശേഷം ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കേസാണിത്. വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അതിൻ്റേതായ ചെറിയ നമ്മൾ പിരിമുറക്കം ഉണ്ട് അതിനകത്തുള്ളത്. കാരണം ആദ്യമായിട്ട് ഇന്ത്യയിൽ, ഭാരതത്തിൽ ആദ്യമായിട്ട് ഒരു ജനറൽ ആശുപത്രി തരത്തിലുള്ള ഒരു ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. പ്ലാൻ ചെയ്തിരിക്കുന്ന സമയം 1 മണിക്കൂറാണ്. റിട്രീവൽ കഴിഞ്ഞ് 1 മണിക്കൂറിന് എറണാകുളത്ത് എത്തിക്കാൻ ഉദ്ദേശം. 11:30 മണിയോടുകൂടി 12:30 മണിയോടുകൂടി എറണാകുളത്ത് ഹയാത്തിലെത്തിക്കാനാണ് പരിപാടി. ഹയാത്തിൽ നിന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന യാത്രാ സമയം 5 തൊട്ട് 7 മിനിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് പ്ലാനിങ്. ഇപ്പം നമ്മുടെ എൻട്രി 6ാമത്തെ ഗേറ്റ്, അതായത് സുഭാഷ് പാർക്കിൻ്റെ ഫ്രണ്ടിലുള്ള ഗേറ്റ് വഴിയാണ് റിട്രീവ് ചെയ്ത ഹാർട്ട് ടീം എൻട്രി ചെയ്യുന്നത്. എക്സിറ്റ് കൊടുത്തിരിക്കുന്നത് 5ാമത്തെ ഗേറ്റാണ്. പിന്നെ ബാക്കി തിയേറ്ററും പേഷ്യൻറ്റും ഒക്കെ സജ്ജമാണ്. അഹമ്മദ് മുസ്തഫയുമായി ചേരുന്നു. മുസ്തഫ, ഈ ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടർ ആരാണ്? മറ്റൊന്ന്, ഇത് പിരിമുറക്കം ഉണ്ടാക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ജനറൽ ആശുപത്രിയിൽ ഉണ്ടോ? ജനറൽ ആശുപത്രിയിൽ അത്ര ഒരു ശസ്ത്രക്രിയ ചരിത്രമാവുന്നത് എന്തുകൊണ്ടാണ്? ഇതിനു മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നടത്തിയിട്ടുള്ളത്. ഒരു ജനറൽ ആശുപത്രിയിൽ ആദ്യമായിട്ടാണ്. ജിംസ് സൂചിപ്പിച്ചതുപോലെ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് ഈ നമുക്ക് പുറകിലുള്ള എറണാകുളം ജനറൽ ആശുപത്രിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള കാത്ത് ലാബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ സജ്ജീകരിച്ചിരിക്കുന്നു. 2021 എറണാകുളത്ത് ജനറൽ ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള 2 കാത്ത് ലാബ് സഹിതമുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് തുടക്കമായത്. കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ വിദഗ്ധരും അതോടൊപ്പം തന്നെ അമൃത ആശുപത്രിയിലെ വിദഗ്ധരും ഉൾപ്പെടുന്ന അവരാണ് ഇതിൻ്റെ സൂപ്പർവിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. മാത്രമല്ല, ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്. ഒരു പ്രതിമാസം 20ഓളം വരുന്ന തുറന്ന ഹൃദയ ശസ്ത്രക്രിയകൾ ഈ ആശുപത്രിയിൽ നടക്കാറുണ്ട്. 20 ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ, ഏറെക്കുറെ തുറന്ന ഹൃദയ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ മണിക്കൂറുകളോളം, ഒരു ദിവസം ഒക്കെ ഒന്ന് എന്നുള്ള നിലയ്ക്കാണ് അതെടുക്കുക. അപ്പോൾ സ്വാഭാവികമായും സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള ഒരു ആശുപത്രി കൂടിയാണ്. അവിടെയാണ് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ തന്നെ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഏറ്റവും പ്രധാനമായി ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നത്. ഒന്ന്, സാധാരണഗതിയിൽ ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ്. അതിന് പക്ഷേ എറണാകുളം ജനറൽ ആശുപത്രി അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയും മാത്രമല്ല ഇക്കഴിഞ്ഞ 2024 ഡിസംബറിൽ തന്നെ അതിനുവേണ്ട മുഴുവൻ സംവിധാനങ്ങളും ഫുൾ ഫ്ലെഡ്ജഡായി ഓട്ടോമാറ്റിക്കായി അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളോടും കൂടി ലൈസൻസ് വരെ, കേസോട്ടോയുടെ ലൈസൻസ് വരെ നേടുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ പറയുന്ന നേപ്പാൾ സ്വദേശി തന്നെ ഇവിടെ 1 വർഷത്തോളമായി ചികിത്സയിലുണ്ട്. പക്ഷേ അതിൻ്റെ അനുമതിയുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക തടസ്സങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. പിന്നീട് ഇവർ തന്നെ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ നൽകുകയും പ്രത്യേകിച്ച് ഈ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ജില്ലാ, സംസ്ഥാനം, രാജ്യം അങ്ങനെയുള്ള ഒരു പ്രോക്സിമിറ്റി കൂടി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. പക്ഷെ അത് മറികടന്നുകൊണ്ട് ആരോഗ്യപരമായ ജീവിതത്തിന് ഭരണഘടന നൽകുന്ന അവകാശം, അത് ഭരണഘടനയിൽ ഉൾപ്പെടെ പറയുന്ന അത്തരം കാര്യങ്ങൾ അത് പരിഗണിക്കണമെന്ന് ഇവർ തന്നെ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുകയും അക്കാര്യം ഹൈക്കോടതി അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ കേസോട്ടോയിൽ എൻറോൾ ചെയ്യാനും അവർക്ക് ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള എല്ലാ സംവിധാനവും ഒരുക്കാനും ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകി. അങ്ങനെ ആ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും നീങ്ങിയതിനു ശേഷമാണ് ഇന്നിപ്പോൾ ആ നേപ്പാൾ സ്വദേശിയായ 21-കാരിയുടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കാവുന്ന രൂപത്തിലേക്ക് പോകുന്നത്. എന്തായാലും ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണ്, രാജ്യത്ത് തന്നെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടക്കുന്നത്. അതിൻ്റെതായ എല്ലാവിധ, നേരത്തെ ഡോക്ടർ സംസാരിച്ചപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരു പ്രധാനപ്പെട്ട ഡോക്ടർമാരുടെ ടീം, ജോർജ് വള്ളൂരാൻ, ജിയോ പോൾ, രാഹുൽ പോൾ, തോമസ്, ബിജോ ജോർജ് എന്നിവരടങ്ങുന്ന ഒരു സംഘം നിലവിൽ തന്നെ തിരുവനന്തപുരത്തുണ്ട്. അവിടെ നിന്ന് ഈ ഹൃദയം എടുക്കുകയും ഇങ്ങോട്ട് ഹെലികോപ്റ്ററിൽ
ആ ഹൃദയത്തോടൊപ്പം അനുഗമിക്കുകയും ചെയ്യുന്നത് ഈ 4 അംഗ ഡോക്ടർമാരുടെ സംഘമാണ്. ജോർജ് വള്ളൂരാണ് ഈ ടീമിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നത്. 4 മണിക്കൂറാണ് ഏറ്റവും പരമാവധി ഈ റിസീവർക്ക്, ഈ ആരാണോ ഹൃദയം സ്വീകരിക്കുന്നത് അവരുടെ ശരീരത്തിൽ ഇത് മിടിച്ചു തുടങ്ങണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ദ്രുതഗതിയിലുള്ള നടപടിക്രമങ്ങളാണ് ഒരുക്കുന്നത്. ഹെലിപ്പാഡ്, ഒരുപക്ഷെ ഹയാത്ത് ഹെലിപ്പാഡിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹയാത്ത് ഹെലിപ്പാഡിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഹയാത്ത് ഹെലിപ്പാഡിൽ ഇത് 12:30 ഗ്രാൻഡ് ഹയാത്തിന് ഹെലിപ്പാഡിലാണ് ഹൃദയം വരിക, എയർ ആംബുലൻസിൽ വരിക. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ ഹൃദയം ഹെലികോപ്റ്ററിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അക്ഷയ ചേരുന്നു തിരുവനന്തപുരത്ത്. അക്ഷയ, ഇപ്പോഴെന്താണ് ഈ കാണുന്നത്? അജിംസ്, നിലവിൽ ഇപ്പോൾ ഹൃദയമാറ്റ ശസ്ത്രക്രിയയുടെ ഭാഗമായി നടക്കുന്ന ശസ്ത്രക്രിയ അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കരൾ മാറ്റുന്നത്, കരൾ എടുത്ത് പൂർത്തിയാക്കി കഴിഞ്ഞു. അതിന്റെ സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരൾ ആദ്യം എറണാകുളം അമൃത ആശുപത്രിയിലേക്കാണ് മാറ്റുക എന്നുള്ളതായിരുന്നു ഒരു അറിവുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അത് മാറ്റി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത്. അതിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് ബാക്കി കാര്യങ്ങൾ എല്ലാ തയ്യാറെടുപ്പുകളും തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഹൃദയം, 2 നേത്രപടലങ്ങൾ, അതുപോലെ തന്നെ സ്കിന്നും ഇതിൻ്റെ ഒപ്പം തന്നെ ദാനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കരൾ മാറ്റുകയാണ്. കിംസ് ആശുപത്രിയിലേക്കാണ് കരൾ കൊണ്ടുപോകുന്നത്. ആദ്യം അമൃതയിലേക്കായിരുന്നു കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നത്. പിന്നീടാണത് കിംസിലേക്ക് മാറ്റുകയാണ് എന്നുള്ള കാര്യത്തിലാക്കുന്നത്. അത് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശസ്ത്രക്രിയ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ജനറൽ ആശുപത്രിയിലേക്ക്, അതായത് സർക്കാർ ജനറൽ ആശുപത്രിയിൽ നടക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ശസ്ത്രക്രിയയാണ്, ഹൃദയമാറ്റ ശസ്ത്രക്രിയയായിരിക്കും ഇതെന്ന് പറയുന്നത്. കൂടാതെ നേത്രപടലങ്ങളും വൃക്കയും കരളും എല്ലാം തന്നെ മാറ്റം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, കൊല്ലം സ്വദേശിയായിട്ടുള്ള, കൊല്ലം ഇടവട്ടം ചിറക്കര സ്വദേശിയായിട്ടുള്ള ഷിബുവിന്റെ ഹൃദയമാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്നായിരിക്കും ഈ ഒരു ഹൃദയം കൊച്ചിയിലേക്ക് എത്തുക. അതിനുള്ള സജ്ജീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശസ്ത്രക്രിയ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. 11 മണിയോടെയാണ് ശസ്ത്രക്രിയ ആരംഭിച്ചത്. ഏതാണ്ട് ഒരു മണിക്കൂറിലകം തന്നെ സമയമെടുക്കും ഇത് പൂർത്തിയാകാൻ വേണ്ടി. അജിംസ്, അക്ഷയാണ് വിവരങ്ങൾ നൽകുന്നത്. അവിടെ നിന്നുള്ള അവയവമാറ്റം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയം മാറ്റ ശസ്ത്രക്രിയ തുടങ്ങിയിട്ടില്ല. കരൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. എന്തായാലും ഹൃദയം അല്പസമയത്തിനകം തന്നെ ഹെലികോപ്റ്ററിൽ, എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്ക് എത്തിക്കും.